യൂട്യൂബിൽ ഒരുപാട് വൈറലായ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്താക്കാൻ പോകുന്നത് പേർലി മണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്, അത് കുനുകുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ഹാഫ് തക്കാളിയും അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ച് വേറൊരു ബൗളിലേക്ക് 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. രണ്ടും പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 to 3 വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മളുടെ ഒരു പാകത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്കാ റെസിപ്പിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ മുട്ടയ്ക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതവിടെ മാറ്റി വെച്ച് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച വെജീസ് ഉണ്ടല്ലോ, അത് നമ്മളൊരു പാനിൽ, കുറച്ച് ഫ്രൈ പാനിൽ ഒന്ന് വാട്ടിയെടുക്കുക. അത് നന്നായി വാടി വരുമ്പോൾ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു മിനിറ്റ് വേണ്ട, അതിന് മുന്നേ തന്നെ അതാവും. എന്നിട്ട് ഇതൊന്ന് പൊന്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് കുറച്ച് പരിഷ്കാരികമായിട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കാം. അത് ചെറുതായി പാളി പോയിട്ടൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രമേ കഴിച്ചാൽ വയറെന്നറിയുന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഓംലെറ്റിൻ്റെ ചെറിയൊരു വകഭേദം അത്രേ എനിക്ക് ഫീൽ ചെയ്തോളും. ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ